ഹായ് ഫ്രണ്ട്സ്, ചമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കുമായിരുന്നേ. ചെടികളെല്ലാം വാടിപ്പോയി കേട്ടോ, വെയിലായപ്പോഴത്തേന്. ഈ നീല കളറുള്ള ചെടി മാത്രം വാടാതെയൊക്കെ നിൽപ്പുണ്ട്. അതിനെയൊക്കെ ഒന്ന് നോക്കുമായിരുന്നേ. കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റാണ്. ഇലകളും മരങ്ങളെല്ലാം കിടന്ന് ആടുകയാണ് കാറ്റടിച്ചിട്ട്. ഉണ്ടോ? ആടുന്നുണ്ടോ? ഇലയെല്ലാം ഒടിഞ്ഞ് വീണ്, മരത്തിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞ് വീണ് ഭയങ്കരമായിട്ട് കാറ്റടിച്ചു. പറമ്പിലുള്ള കരിയിലെല്ലാം കാറ്റടിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോകും. മുറ്റം അടിച്ചിട്ട് ഒരു ഗുണവുമില്ല. മുറ്റം അടിച്ചിട്ട് മാറുമ്പോഴേ മുറ്റം മുഴുവൻ കരിയിലയാവും. അതുപോലെ കാറ്റടിക്കുകയാണ്. ചിലപ്പം കാറ്റിങ് വന്നാൽ പെരയും കൂടെ എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. അതുപോലത്തെ കാറ്റടിക്കുന്നു. എന്തിനാണെന്നറിയത്തില്ല. മഴ പെയ്യാനായിരിക്കും. ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കാറ്റടിക്കും. ഇന്ന് രാവിലെ മുതലേ തുടങ്ങിയെന്ന് തോന്നുന്നു കാറ്റ്. ഭയങ്കരമായ കാറ്റാണ്. ഈ ചെടി ഏതാണെന്നറിയാമോ? ഇതാണ് ചതുരമുല്ല എന്ന് പറയുന്ന ചെടി. മുല്ലയുടെ പൂക്കൾ പോലെയാണ് ഇതിൻ്റെ പൂക്കളെ. കണ്ടോ, ചെറിയ പൂക്കൾ. ഇതിൻ്റെ തണ്ട് ചതുരത്തിലാണ് ഇരിക്കുന്നത്. അതാണ് ഇതിന് ചതുരമുല്ല എന്ന് പേര് വന്നത്. വീതി കുറഞ്ഞ് നീളമുള്ള ഇലയോട് കൂടി പച്ച നിറത്തിൽ നല്ല ഭംഗിയായി ഈ ചെടി കാണാനായിട്ട്. ഇതൊരു ഔഷധ ചെടിയാണ്. ചതവിനും ഉളുക്കിനും ഒക്കെ നല്ലതാണ്. നീര് വലിയാനും നല്ലതാണേ. നമ്മളുടെ കാലൊക്കെ ചതയോ ഉളുക്കുകയൊക്കെ ചെയ്ത് നീര് വെച്ചിരിക്കുമ്പോൾ ഈ ചെടിയുടെ ഇലയും പച്ചമഞ്ഞളും കൂടി അരച്ചിടുകയാണെങ്കിൽ അത് മാറും. അങ്ങനെയുള്ള ഒരു ഔഷധ ചെടിയാണ് ചതുരമുല്ല. വേനലിലും നല്ല പച്ചപ്പോടെ നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു ചെടിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചതുരമുല്ല എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ നമുക്ക് കുറേ പച്ച മുളക് വാങ്ങിച്ചതുണ്ടായിരുന്നു. അത് വാടിപ്പോകാതിരിക്കാനായിട്ട് ഇത് ഞെടുപ്പ് പറിച്ച് വെക്കാം. ഞെടുപ്പ് പറിച്ച് വെക്കുവാണെങ്കിൽ വാടിപ്പോവുകയില്ലെന്നാണ് പറയുന്നത്. ഞെടുപ്പ് പറിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ വാടാതിരുന്നോളൂ. കോവയ്ക്കായ ഉണ്ട്, പച്ചമുളകും. എല്ലാത്തിൻ്റെയും ഞെരുപ്പ് വെച്ചു. പച്ചമുളകിൻ്റെ എല്ലാം ഞെരുപ്പ് വെച്ചു കേട്ടോ. നമുക്കിത് ഈ കൂടിനകത്തിട്ട് വെച്ചേക്കാം. കൂടിനകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം. കേടാകാതെ ഇരുന്നോളൂ. കറിക്കുള്ളതൊക്കെ അരിഞ്ഞെടുക്കാം. കുറച്ച് കോവയ്ക്കാൻ മതി. ഇത്രയും കോവയ്ക്കാൻ മതി. മുട്ടക്കൂസ്, മാങ്ങ. ഈ കോവയ്ക്കായും കൂടിനകത്തിട്ട് കുട്ടിനകത്ത് വെച്ചേക്കാം. ഒരു പഴുപ്പ് വന്നു പൊളിയാണ്. ഫ്രിഡ്ജിനകത്ത് വെക്കാം. കൂടിനകത്ത് വെക്കാം. ഉപ്പിലിട്ട് നെല്ലിക്കയാണേ. നെല്ലിക്ക കൊണ്ട് നമുക്കൊരു ചാറുകറി ഉണ്ടാക്കാം. കുരി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നെല്ലിക്ക നന്നായിട്ട് അരച്ചെടുത്തു. ഈ പാത്രത്തിലേക്ക് നെല്ലിക്ക അരച്ചത് ഈ പാത്രത്തിലേക്ക്.
ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങയും ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുക്കും. കുറച്ച് തേങ്ങ ഇട്ടു. രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, പച്ചമുളക്, രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചെടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇവിടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നതിന് കടുകിടാം. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ചേർക്കാം. കറിവേപ്പിലിട്ട് പൊട്ടിക്കണം. നമുക്ക് ഈ നെല്ലിക്ക അരച്ചു വെച്ചിരിക്കുന്നത് നെല്ലിക്ക വെന്തതാണേ. അതുകൊണ്ട് ഇനി ഇതിന് കൂടുതൽ വെന്തില്ലേലും കുഴപ്പമില്ല. എന്നാലും ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുന്നതിന് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. തിളച്ചു. ഈ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചേർക്കാം. വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതങ്ങ് വടിച്ചൊഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് കളിക്കാം. നമ്മുടെ നെല്ലിക്കച്ചാറ് റെഡിയായി കേട്ടോ. ചോറിനൊക്കെ കൂട്ടാൻ നല്ല കറിയാണ്. ഉപ്പുണ്ടോ നോക്കാം. അല്ല, സൂപ്പർ കറി റെഡിയായി കേട്ടോ. നല്ല കറിയാണ്. ചോറിനും കൂട്ടാൻ നല്ലൊരു സൂപ്പർ കറിയാണ്. ഒഴിച്ചു കൂട്ടാനുള്ള ഒരു കറി. നമുക്ക് ഒഴിച്ചുകൂട്ടൻ കറിയൊന്നും ഉണ്ടാക്കാനില്ലാതിരിക്കുന്ന അവസരത്തിൽ 2 നെല്ലിക്ക എടുത്ത് ഇതുപോലെ ഒരു ചാറ് കറി വെക്കാം. നല്ലതാണ്. അപ്പോൾ ഊണുമൊക്കെ കഴിഞ്ഞാൽ ഇന്ന് പള്ളിയിൽ പോവുകയാണേ. വൈകിട്ടാണ് കുർബാന. ഇന്ന് സകല മനുഷ്യരുടെയും ദിവസമാണേ. അപ്പോൾ പള്ളിയിൽ ഇന്ന് കുർബാനയുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.